ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും നല്ലൊരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ്. 1800 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ തീർത്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു വീടിൻ്റെ ഹോം ടൂറാണ്. എല്ലാ സൗകര്യങ്ങളോടെയും ചെയ്തിട്ടുള്ളൊരു വീട് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്തായിട്ടാണ് ഈ ഒരു വീടുള്ളത്. 3 ബെഡ്റൂമുകളും സിറ്റ് ഔട്ട്, ഡൈനിങ്, ലിവിങ് ഏരിയ, കിച്ചൺ, വർക്ക് ഏരിയ എന്നിങ്ങനെയുള്ള ഫെസിലിറ്റിയോട് കൂടിയാണ് ഈ ഒരു ഒറ്റനില വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളർ തീമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളറാണ്, ഒരു ഓറഞ്ച് ഷെയ്ഡിലോട്ട് വരുന്ന ബ്രൈറ്റ് യെല്ലോയും അതുപോലെ വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ കോംബോ ആണ് വീടിൻ്റെ പെയിൻറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റും എക്സ്റ്റീരിയറിലെ. പിന്നെ ഈ ഒരു സൈഡിലായിട്ടൊരു ഷോ വാൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രൊജക്ഷൻ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വിൻഡോയുടെ ഭാഗത്തായിട്ട് ചെറിയൊരു ഷോ വാളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫില്ലറുകൾക്കും ആ ഒരു കളർ കോംബോ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്രൊജക്ഷൻ്റെ ഉള്ളിലായിട്ടൊരു വിൻഡോക്ക് ഒരു ഷോ വാൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുള്ളിൽ ഗ്രൂവ് ഡിസൈനും കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ സിറ്റ് ഔട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഒരു ഓപ്പൺ കൺസെപ്റ്റ് രീതിയിലാണ്. സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് ഇരിപ്പിടം കൊടുത്തിട്ടുള്ളത്. നല്ല നീളത്തിലുള്ളൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ അതേ നീളത്തിലുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഫില്ലറുകൾ, പോർച്ചിലെ ഫില്ലറുകളെല്ലാം പ്ലെയിൻ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലുള്ളൊരു ഫില്ലർ മാത്രം ഗ്രൂവ് ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. ടൈലാണ് ഇവിടെ ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. പടിക്കെട്ടിൽ കറുപ്പ് ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ലുക്കിലുള്ളൊരു ടൈലാണ് ഇവിടെ ഫ്ലോറിങ്ങിന് വേണ്ടി മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് വീടിന് മൊത്തത്തിൽ. സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു വുഡിൽ തീർത്തിട്ടുള്ള ലോങ് ചെയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വലിയ വിൻഡോ ആണ് സിറ്റ് ഔട്ടിലുള്ളത്. പോർച്ചിൻ്റെ ഭാഗത്തായിട്ടും അതുപോലെ തന്നെ ഒരു വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ മുകളിൽ ആ ഒരു യെല്ലോ കളറിൽ ഇങ്ങനെ പെയിൻറ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. വാതിൽ സിമ്പിൾ ഡിസൈനിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ഫ്രണ്ട് ഡോറ് മരം കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ പ്രൊഫൈലൊക്കെ കൊടുത്ത് മനോഹരമാക്കി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഡബിൾ ഡോറ് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വീടിൻ്റെ വെൽക്കം ഡോറ് കടന്ന് നമ്മൾ പ്രവേശിക്കുന്നത് വലിയൊരു ഹാളിലോട്ടാണ്. വിശാലമായൊരു ഹാളിലോട്ടാണ് പ്രവേശിക്കുന്നത്. വലതു സൈഡിൽ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇടതു സൈഡിലായിട്ട് ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു വലിയ ഹാളിനെ ഇവിടെ പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ട് ഡൈനിങ് ടേബിളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്ത് കണ്ട ഒരു കളർ തീം നമുക്ക് വീടിനകത്തും കാണാൻ കഴിയും. സെറ്റി കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ തീമിലാണ്. കർട്ടൻ എല്ലാം ഗോൾഡൻ യെല്ലോ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പെയിൻറ്റിന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു കളർ തീമാണ് ഇവിടെ ഹാളിൽ കർട്ടന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ഷോക്കേസായിട്ട് കൊടുത്തിട്ടുള്ളതും ആ ഒരു കളർ തീം തന്നെയാണ്. ഒരു കോഫി ബ്രൗണും ആ ഒരു ഗോൾഡൻ യെല്ലോ കളറും കൂടെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സീലിങ്ങിൽ ഈ ഒരു യെല്ലോ പെയിൻറ്റ് വെച്ചിട്ട് ഇവർ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ജിപ്സം വർക്കൊക്കെ ചെയ്തതിൻ്റെ അതേപോലെ തന്നെ തോന്നുന്നുണ്ട് ഈ ഒരു പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സീലിങ്ങിൽ ബോർഡർ കൊടുത്തത്. കാരണം നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു സൈഡിലായിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹാളിൻ്റെ മറുവശത്തായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസും നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ലിവിങ് ഏരിയകൾക്കിടയിൽ ഒരു പാർട്ടീഷൻ വാളൊന്നും ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ഹാളായിട്ട്, വിശാലമായൊരു ഹാളായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. പിന്നെ നിലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിങ്ങിന് മൊത്തം ഈ ഒരു വീടിന് മൊത്തം ഈ ഒരു ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഫീല് കിട്ടുന്ന ആ ഒരു ഷെയ്ഡിലോട്ട് വരുന്ന ടൈലാണ്.
6 സീറ്റിംഗ് വരുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ്സിൽ തീർത്തിട്ടുള്ള ടേബിളും ഗ്ലാസും വുഡും കൊണ്ട് തീർത്തിട്ടുള്ള ടേബിളും അതുപോലെ തന്നെ വുഡിൽ തീർത്തിട്ടുള്ള ചെയറുകളുമാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് TV സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു സ്റ്റെയർ കേസിൻ്റെ ആ ഒരു മൂലയിലായിട്ട് അടിഭാഗത്തായിട്ട്. അപ്പോൾ ഇവിടെ മുകളിലോട്ട് അപ്സ്റ്റെയർ എടുത്തിട്ടില്ല, സ്റ്റെയർ കേസ് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ബ്ലാക്ക് ഗ്രാനൈറ്റും അതുപോലെ ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള അതേ ടൈപ്പ് ടൈലും കൊണ്ടാണ് സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ റെയിലിംഗ് ആണ് സ്റ്റെയർ കേസിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഇരുവശത്തുമായിട്ടാണ് ബെഡ്റൂമുകൾ ഉള്ളത്. അപ്പോൾ ഇടതുവശത്തായിട്ടൊരു ബെഡ്റൂം ഉണ്ട്, അതാണ് ഈ കാണുന്നത്. ഇവിടെ ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഒരു റെഡ് കോമ്പിനേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർട്ടനാണെങ്കിലും ബെഡ്ഷീറ്റ് ആണെങ്കിലും ഒക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കളർ തീമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. റെഡ് കളർ എപ്പോഴും ഈ വൈറ്റിൻ്റെ ഇടയിൽ നിന്ന് എടുത്ത് കാണിക്കുന്നൊരു കളറാണല്ലോ. അപ്പോൾ ചുമരിൻ്റെ ആ ഒരു വൈറ്റിൻ്റെ ഇടയിൽ നിന്ന് നല്ല ഭംഗിയിൽ എടുത്ത് കാണിക്കുന്നൊരു റെഡ് കളറാണ്. ഒരു മെറൂൺ ഷെയ്ഡിലേക്ക് വരുന്ന റെഡാണ് കേട്ടോ കർട്ടന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു റൂം ചെയ്തിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ്. അപ്പോൾ നമുക്കിനി ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ബാത്റൂമിനുള്ളിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനാണ് വാളിനും നിലത്തൊക്കെ ടൈലുകൾക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്ലോറിങ് സെയിം ടൈൽ തന്നെയാണ്, മൊത്തത്തിൽ എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുള്ള ടൈൽ തന്നെയാണ് ബെഡ്റൂമിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു റൂമിൻ്റെ വിശേഷങ്ങൾ. ഇനി സ്റ്റെയർ കേസിൻ്റെ മറുഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം ഉള്ളത്. ഇവരിപ്പോൾ മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ബെഡ്റൂമാണ്. ഇതിൻ്റെ ബെഡ്റൂമുകൾക്കൊക്കെ ഡോറ് ഫെറോ മെംബ്രെയിൻ ഡോറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ കളർ തീമും ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചിലവൊക്കെ ചുരുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫെറോ മെംബ്രെയിൻ ഡോർസൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഈ ഒരു ബെഡ്റൂമിലും ഇവർ കർട്ടൻസിൻ്റെ കളർ ഉപയോഗിച്ചിട്ടുള്ളത് സെയിം ആ ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലുള്ള കർട്ടനാണ് കളർ ഷെയ്ഡായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റേ ബെഡ്റൂമിൽ കണ്ടതുമാതിരി വുഡിൻ്റെ ഒരു കട്ടിലും ആണ് ഉള്ളത്. ഇവിടെ കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്, കബോർഡിൻ്റെ ഡോർസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ACP ഷീറ്റ് വെച്ചിട്ടാണ്. പിന്നെ ഈ ഒരു റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട അതേ സെയിം കളർ കോംബോ ആണ് ടൈലുകൾക്ക് യൂസ് ചെയ്തിട്ടുള്ളത് ബാത്റൂമിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത്യാവശ്യം വലിയൊരു വാർഡ്രോബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാർഡ്രോബിനോട് ചേർന്ന് തന്നെയാണ് മിറർ യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഡ്രസ്സിങ് യൂണിറ്റ് പോലെ വലിയൊരു മിററൊക്കെ കൊടുത്ത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു റൂമിലെ വിശേഷങ്ങൾ. ഈ സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു അടിഭാഗത്തായിട്ടാണ് ഇവർ TV സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും സ്റ്റോറേജ് ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ തൊട്ടടുത്തായിട്ടാണ് മറ്റൊരു ബെഡ്റൂം ഉള്ളത്. ഇത് വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ. ഇവിടെ ഇവർ കട്ടിലൊന്നും ഇട്ടിട്ടില്ല, കട്ടിലൊന്നും സെറ്റ് ചെയ്തിട്ടിട്ടില്ല, ഇങ്ങനെ പ്ലെയിനായിട്ട് ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റാക്കിന് മുകളിലെല്ലാം അടപ്പ് വെച്ചിട്ട് അതങ്ങനെ സ്റ്റോറേജാക്കി ചെയ്തിട്ടുണ്ട്. ഇവിടെയും കർട്ടന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് സെയിം റെഡ് കളർ തന്നെയാണ്. ACP ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് വാർഡ്രോബുകൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ വാർഡ്രോബിൽ തന്നെ ഒരു മിറർ യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഉള്ളത് ഒരു അയൺ ടേബിളാണ്, അയൺ സ്റ്റാൻഡാണ് കൊടുത്തിട്ടുള്ളത്. അത്രയേ ഉള്ളൂ ഈ ഒരു റൂമിലുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബെഡ്റൂമുകളുടെ വിശേഷങ്ങൾ. ഇനി നമുക്കിവിടെ കാണാനുള്ളത് കിച്ചനാണ്. കിച്ചണിലോട്ട് പോകുന്ന ഒരു പാസേജാണിത്. ഈ പാസേജിലായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിനും അവിടെ നല്ലൊരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു ബ്രൈറ്റ് യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗം വാള് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഡാർക്ക് വുഡൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ ക്യാബിനറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വാഷ് ബേസിൻ്റെ ക്യാബിനറ്റൊക്കെ അതിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂമും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ബാത്റൂം.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് കാണാനുള്ളത് കിച്ചനാണ്. അപ്പോൾ കിച്ചൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ അതിലെല്ലാ കാര്യങ്ങളും കാണിച്ചത് കൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കിച്ചനും വർക്ക് ഏരിയ ഒന്ന് കാണിച്ച് പോകുന്നേ ഉള്ളൂ. അപ്പോൾ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ കാണേണ്ടവർക്ക് ആ ഒരു വീഡിയോ എടുത്ത് നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാതെ ഹോം ടൂറായിട്ട് മാത്രം കാണുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലിലേക്ക് വന്നിട്ടുള്ള പുതിയ മെമ്പേഴ്സ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. എന്നാലേ ഞാൻ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്